അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഈ കുരങ്ങിനെ ഉണ്ടല്ലോ പിടിക്കാനായിട്ട് ഈ പുളി അടിച്ചിടും, പുളിമരത്തിൽ കയറി കുരങ്ങ് വെറുതെ അടിച്ചു പൊഴിച്ച് കളയും. അപ്പോൾ അതിന് ഈ കർഷകർ നാട്ടിൻ പുറത്ത് അവരൊരു പരിപാടി ചെയ്യും, ഈ കുരങ്ങ് വന്ന് കയറുമ്പോൾ ചെയ്യാനായിട്ട്. അതായത് ഈ നീർക്കോലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഈ വെള്ളത്തിലൊക്കെ ഉണ്ട്, തോടിലും അവിടെയൊക്കെ നനവുള്ള ഭാഗങ്ങളിലാണ് ഉള്ള നീർക്കോലി. അതിന് വിഷമൊന്നുമില്ല. അപ്പോൾ ഈ നീർക്കോലിയെ പിടിക്കും. നീർക്കോലിയെ പിടിച്ചിട്ട് ഈ മൺകുടത്തിനകത്ത് അകത്തിടും. ഇട്ടിട്ട് അതിൻ്റെ ഈ ഈ വാവശം ഉണ്ടല്ലോ, വായുവശം കുടത്തിൻ്റെ, അത് ഈ പാളയുടെ രാഗമുള്ള, അതിനെ അള്ളൂരി എന്ന് പറയും, വെളുത്തിരിക്കുന്ന ഭാഗമുണ്ട്, കമുകിൻ്റെ പാള. ആ അള്ളൂരി ഉരിഞ്ഞെടുത്തിട്ട് ആ അള്ളൂരി വെച്ച് ഇത് പൊതിഞ്ഞ് കെട്ടും. അപ്പോൾ അത് അടിച്ചാൽ നമുക്ക് ഈ മൃദംഗത്തിലൊക്കെ അടിക്കുന്ന പോലുള്ള സൗണ്ട് വരും. ഇത് ഈ കുടത്തിനകത്ത് ഈ നീർക്കോലി ഇട്ടതിനെ കൊണ്ടുവന്ന് ഈ പുളിമരത്തിനകത്ത് കെട്ടിവെക്കും. കെട്ടിവെച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പമായി കുടം ഉൾപ്പെടെ താങ്ങിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് ഇത് കെട്ടിവെക്കുന്നത്. കുരങ്ങ് വരും, നോക്കുമ്പോൾ നാൽപ്പത് പുതിയ സാധനം ഇരിക്കുന്നത്, പതുക്കെ ഒന്ന് തട്ടി നോക്കും. അപ്പോൾ കുടത്തിൻ്റെ സൈഡിൽ നല്ല തണുപ്പുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. മുകളിലടിക്കുമ്പോൾ ബും എന്നുള്ള സൗണ്ടുണ്ട് ഈ അള്ളൂരിയിൽ അടിക്കുമ്പോൾ. പതുക്കെ അതൊക്കെ നുള്ളി അഴിക്കാൻ നോക്കി, നടക്കുന്നില്ല. പിന്നെ പതുക്കെ ഈ അള്ളൂരി ഉണ്ടല്ലോ ചെറുതായിട്ട് കീറിയിട്ട് കൈ അങ്ങിടും. അപ്പോൾ ഈ നീർക്കോലി എന്തെന്നറിയാമോ, ഈ കുടത്തിൻ്റെ അകത്തൂടെ നമ്മളില്ലേ ഈ സർക്കസുകാർ ഈ മോട്ടോർ സൈക്കിൾ കിണറ്റിൽ ഓടിക്കുമല്ലോ ചുറ്റും, അതേപോലെ ഇങ്ങനെ ദ്രുതഗതിയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൈ അങ്ങിടും. ഇട്ട് നോക്കുമ്പോൾ നീർക്കോലിയെ പിടികിട്ടുമ്പോൾ സംഭവം എന്താ പറയുമോ, നീർക്കോലി കൊണ്ടൊന്ന് പുളയല്ലേ കയ്യിൽ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചേക്കാണ്. പതുക്കെ ഈ കുടത്തിൽ നിന്നൊന്ന് പൊക്കിയെടുത്ത് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നീർക്കോലി പുള പേടിയാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏറേണ്ടിട്ട് നോക്കുമ്പോൾ പുളയും, അന്നേരം മാറ്റും. ഇതിനെ പിടിവിട്ടാൽ കുരങ്ങിൻ്റെ ധാരണ ഇതിനെ കടിച്ചു കൊല്ലുമെന്നാണ്. അപ്പം കുരങ്ങ് ഇതിനെ പിടിവിടത്തില്ല, അങ്ങനെ ഇരിക്കും. നാട്ടുകാർ വന്ന് തല്ലിക്കൊല്ലും. ഇങ്ങനൊരു സംഭവമുണ്ട്. ഇവിടെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ നീർക്കോലി പിടിച്ച കുരങ്ങിൻ്റെ ഒരു പരുവത്തിലാണ് ട്രംപ് ഇരിക്കുന്നത്. ട്രംപിന് ഇത് വലിയ അപകടം പറ്റിയതാണ്. സാധാരണ എല്ലായിടത്തും കയറി കളിക്കുന്ന പോലെ കയറി കളിക്കാൻ പോയി ഇറാൻ്റെ അടുത്ത്. ഇപ്പം നോക്കിയപ്പോൾ നേതന്യാഹു ഉണ്ട്. നേതന്യാഹുവിനെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി, ഇവിടുന്ന് ആയുധങ്ങളും പൈസയും ഒക്കെ കൊടുക്കും. അപ്പം ഏറ്റവും വലിയ ചട്ടമ്പി ഏർപ്പെടുത്തുന്നതുമാതിരി നേതന്യാഹുവിനെ അങ്ങോട്ട് കത്തിച്ചു വിട്ടു കൊടുത്തു. നേതന്യാഹുവിനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആയത്തുള്ള ഖമനേയിയെ കൊന്നു കഴിഞ്ഞാൽ, വധിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതുപോലെ അവിടുത്തെ ആ നേതാക്കളെയൊക്കെ അങ്ങോട്ട് വധിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ ഭരണം പോയി. പിന്നെ തീരുമാനിക്കാനൊന്നും ആരുമില്ലല്ലോ എന്നുള്ള ഒരു ധാരണയായിപ്പോയി. അവരെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അവർ ദീർഘകാലം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്ത്, യഥാർത്ഥത്തിൽ ഇറാഖിൻ്റെ നട്ടലൊടിച്ച അന്ന് ഇറാനാണ്. 10 വർഷം യുദ്ധം ചെയ്തിട്ട് അവസാനം സദ്ദാം ഹുസൈൻ എങ്ങനെയെങ്കിലും കാല് പിടിച്ച് നിർത്തിയതാണ് യുദ്ധം. അതോടെ അവർ ക്ഷയിച്ചു പോയി. ആ ക്ഷയിച്ചിരുന്നവരെയാണ് അമേരിക്ക കയറി അടിച്ച് നാശമാക്കി, അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് കയറി ആക്രമിച്ചത്. അവസാനം അവിടെ എന്തോ ഒരു പുളിങ്കുരു പോലും ഇല്ല, ഒന്നുമില്ല. അവരുടെ കയ്യിൽ കുറേ ഓലപ്പടക്കങ്ങളോ പഴയ കുറേ തോക്കോ ഒക്കെ അല്ലാതെ അവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. അവിടെ അണുവായുധം ഉണ്ട്, വെപ്പൺസ്, കെമിക്കൽ ആയുധം, രാസായുധങ്ങൾ മൊത്തം ഉണ്ട് എന്നും പറഞ്ഞാണ് താരിഖ് അസീസിനെയും ഇയാളെ എല്ലാം കൂടെ പോയി കൊന്നത്. സദ്ദാം ഹുസൈനെ എല്ലാം കൂടെ എന്തെങ്കിലും അവിടുന്ന് കിട്ടിയോ ആ നാട് കുട്ടിച്ചോറാക്കി. എന്നിട്ട് അവിടെ ഭരിക്കാൻ പറ്റുമോ? ആ നാട് കുട്ടിച്ചോറാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങ് ആഭ്യന്തര കലഹങ്ങളും ബത്തപ്പാടുമാണ്. ഇപ്പോഴും അമേരിക്കയുടെ വലിയ താവളം അവിടെ ഉണ്ട്. ആ താവളം മുഴുവൻ ഇറാൻ നശിപ്പിച്ചു. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഗുണമാണ് അവർ ചെയ്തു. അവർ ഇറാനെ ഇതുപോലെ ആക്രമിക്കാൻ ചെന്നു, ഇതുപോലെ വലിയ നാശങ്ങൾ അവിടെ ഉണ്ടാക്കി. ടെഹ്റാനിലൊക്കെ യഥാർത്ഥത്തിൽ ഏതാണ്ട് അവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ നിലംപരിശായി. അതേപോലെ തന്നെ ടെല്ലവീവിലെ കെട്ടിടങ്ങൾ നിലംപരിശായിട്ടുണ്ട്. പക്ഷേ ആ വാർത്തകളൊന്നും വെളിവരത്തില്ല, വരാൻ പാടില്ല, ആരും ഫോട്ടോ എടുക്കരുത്, ഷെയർ ചെയ്യരുത് എന്നാണ് നേതന്യാഹു നിർബന്ധമായിട്ട് പറഞ്ഞേക്കുന്നത്. ഏതായാലും ശരി, അവിടെ നാശം ഉണ്ടായി. നാശം എവിടെ ഉണ്ടായാലും നാശം തന്നെയാണ്. ആര് കൊല്ലപ്പെട്ടാലും, അത് ഇറാനി കൊല്ലപ്പെട്ടാലും അതുപോലെ ഇസ്രയേൽ കൊല്ലപ്പെട്ടാലും ഒക്കെ കൊലപാതകമാണ്, കഷ്ടമാണ്, സങ്കടമാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്, അവിടെ ഇറാനിൽ ഒരു സ്കൂളിൽ 185ഓളം പെൺകുഞ്ഞുങ്ങളാണ്, എലമെൻ്ററി സ്കൂളിലാണ് അവർ കൊല്ലപ്പെട്ടത്. അവിടെ അത്രയും നശിപ്പിച്ചു. ആ
മൃതദേഹങ്ങൾ ഇങ്ങനെ അടുക്കി കിടത്തിയേക്കുന്ന കാഴ്ചയുണ്ടല്ലോ, ഹൃദയഭേദകമാണ്. ആ കുഞ്ഞുങ്ങൾ എന്തറിഞ്ഞു? അത് എവിടെയായാലും, അതാ ഞാൻ പറഞ്ഞത്, അത് ഏത് രാജ്യത്തായാലും ഏത് വർഗ്ഗക്കാരായാലും സങ്കടകരമായ അവസ്ഥയാണ്. അപ്പോൾ ഇത് ഈ ട്രംപിനെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പറഞ്ഞത് എന്തെന്നറിയോ? ആദ്യം ഇറാനിലെ ഓയിൽ ശേഖരം ഒരുപാടുണ്ട്, സത്യമാണ്, ഇഷ്ടംമാതിരിയുണ്ട് വേൾഡിൽ. അപ്പം അമേരിക്കയുടെ കയ്യിൽ വെനിസ്വേല കൈ കിട്ടി, പിടിച്ചടക്കി, അവിടുത്തെ പ്രസിഡന്റിനെയൊക്കെ പിടിച്ച്, പ്രസിഡന്റിനെയും ഭാര്യയും കൂടെ പിടിച്ച് കെട്ടിയിട്ട് അമേരിക്ക കൊണ്ടിട്ടേക്കാണ്. എന്നിട്ട് ആ രാജ്യം കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഓയിലൊക്കെ ഞാൻ വിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ശരിയായിരിക്കും, നടക്കും. ഇതുപോലെ ഓരോ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അടുത്തുള്ളത് പറഞ്ഞേക്കുന്നത്, ഇനി ഞാൻ ക്യൂബയാണ് നോക്കി വച്ചേക്കുന്നത്. ക്യൂബ പിടിക്കും. അത് ഇറാനെ പിടിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇറാൻ ഇപ്പോൾ ഇന്ന് പോവും നാളെ പോവും എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ ഇറാൻ എങ്ങും പോകാൻ പോകുന്നില്ല. കാരണം അവർ വലിയ ശക്തിയാണ്. മിസൈൽ കണ്ടുപിടിച്ചേക്കുന്ന പോലും അവന്മാരാണ്. കാരണം അവരുടെ കയ്യിലുള്ളതുപോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് മിസൈലുകൾ ലോകത്ത് വേറെ ഒന്നുമില്ല. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾക്കും ഈ മിസൈൽ യഥാർത്ഥം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഇവരാണ്. അവരുടെ കയ്യിൽ അത് അതിവിപുലമായ ശേഖരമുണ്ട്. അവർ ഒരു മാസം 1500 മുതൽ 3000 മിസൈലുകൾ വരെ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് അവർക്ക്. അവരിപ്പോഴും നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മുഴുവൻ 1/2 കിലോമീറ്റർ താഴെയുള്ള നഗരങ്ങളാണ് ഭൂമിക്കടിയിൽ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ രീതിയിൽ അവർക്കറിയാം എന്നാലും അവരെ ഉപദ്രവിക്കാമെന്നറിയാം. അപ്പോൾ കയറി ആരാണ്ട് പറഞ്ഞു കൊടുത്തു, ഇറാനെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഓയിലിൻ്റെ നല്ലൊരു ഭാഗം, ലോകത്തുള്ള ഏതാണ്ട് 70% ഓയിലും നമ്മുടെ കയ്യിൽ വരും. ബാക്കിയുള്ളൂ പിന്നെ സൗദിക്കും അവർക്കും മറ്റ് GCC കൺട്രീസിലെല്ലാം കൂടെ അത്രയൊക്കെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ശേഖരം നമ്മുടെ അവിടെ വരും. അത് കേട്ടപ്പോൾ ട്രംപിനങ്ങ് ഉൾപ്പളകം ഉണ്ടായി. കാരണം അമേരിക്കയെ സ്വർഗമൊക്കെ നടക്കുന്ന ആളല്ലേ. സ്വർഗമാക്കി ഇപ്പം ഏത് സൈസ് സ്വർഗമാണോ നരകമാണോ എന്ന് അറിയാൻ വയ്യാതെ നടക്കുകയാണ് ആ പരിവായി. ഏതായാലും ആ തെറ്റിദ്ധാരണയുടെ പുറത്തങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താ, അമേരിക്കയുടെ താവളങ്ങൾ ഇപ്പോൾ എവിടെ GCC കൺട്രീസിൽ എവിടെ ഉണ്ടോ, GCC മാത്രമല്ല എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവൻ തകർക്കുകയാണെന്നും അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതുമാണ് ഇപ്പോൾ ഇറാൻ എടുത്തേക്കുന്ന നിലപാട്. അത് നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ അവരുടെ സ്ട്രാറ്റജിയാണ്. അവർ ബുദ്ധിയില്ലാത്തവരെന്ന് ആർക്ക് പറയാൻ പറ്റും? അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ, അമേരിക്കക്കാരവിടെ ഉണ്ടോ അവനെയൊക്കെ പുറത്താക്കിക്കൊണ്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. എവിടെ അമേരിക്കക്കാർ വസിക്കുന്നുണ്ടോ ആ ഭാഗം മുഴുവൻ അവർ നശിപ്പിക്കുക. ഈ രീതിയിലാണ് അവരുടെ പോക്ക്. അത് അവരുടെ സ്ട്രാറ്റജി അതാണ് യുദ്ധത്തിൻ്റെ. ആ രീതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തേക്കുന്നത് എന്താ, കുവൈറ്റിൽ അവർ അറ്റാക്ക് ചെയ്തിട്ട് അമേരിക്കക്കാർ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു. ഈ ഇറാഖിൽ അമേരിക്കൻ താവളം ആക്രമിച്ച് നശിപ്പിച്ചു. ഇന്നലെയാണെങ്കിൽ ഇറാഖിൽ തകർന്നു വീണത് ഒരു കൂറ്റൻ US ബോയിങ് വിമാനമാണ്. അത് ആ വിമാനം എന്ന് പറയുന്നത് അതിനകത്ത് തകർന്നു വീണ അതിനകത്ത് ആളുകൾ മരിച്ചു. അത് ആകാശത്ത് വെച്ച് ഈ മറ്റ് വിമാനങ്ങൾക്ക് ഫ്യൂവല് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ വിമാനം അവിടുന്ന് പറന്നു വന്നാൽ ഇതിനകത്ത് ഫ്യൂവലില്ല. അപ്പോൾ ആകാശത്ത് വെച്ച് ഇതിന് ഫ്യൂവൽ കൊടുക്കാനുള്ള വിമാനങ്ങളാണ്. അത് ഇറാൻ പറയുന്നു അവർ വെടിവെച്ചിട്ടാണെന്ന് പറയുന്നു. അമേരിക്ക പറയുന്നു അങ്ങനല്ല, അത് വേറെ ഏതാണ്ട് കുഴപ്പം കൊണ്ട് വീണയാണ് എന്ന് പറയുന്നു. എന്തായാലും വീണല്ലോ, കാര്യം നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ UAE-യിലും അതുപോലെ സൗദിയിലും അതേപോലെ ഒമാൻ എന്ന് വേണ്ട കുവൈറ്റ്, ബഹ്റൈൻ ഇവിടങ്ങളിലെല്ലാം ആളുകൾ ഭയവിഹ്വലരായിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. കാരണം അമേരിക്കക്കാരെ എവിടെ ഉണ്ടോ അവന്മാരെ പുറത്താക്കാതെ ഒരു രക്ഷയില്ല. അവർ പറയുന്നത് എന്താ പറയുക, അവർ പറയുന്ന കാര്യം ന്യായമല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അമേരിക്കൻ താവളങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞങ്ങളെ അവർ ആക്രമിക്കുന്നത്. അതുകൊണ്ട് യവന്മാരിവിടെ വേണ്ട, നിങ്ങൾ തന്നെ തരുന്നു. അവിടെ ഒരു താവളമില്ലാത്ത രാജ്യങ്ങളിലൊന്നും ഞങ്ങൾ അനങ്ങത്തില്ല. ആ രീതിയാണ്. ഉണ്ടെങ്കിൽ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ മിസൈൽ ശേഖരം മുഴുവൻ തീർന്നെന്നും അത് ചേർന്നെന്നും ഇത് തീർന്നെന്നും ഒക്കെ അങ്ങ് അമേരിക്ക വീമ്പിളക്കാണ്. ട്രംപ് വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു വർത്തമാനം അങ്ങോട്ട് കഴിയുമ്പോഴാണ് 100 മിസൈൽ ഒന്നിച്ചാണ് UAE-യിലോട്ട് പറക്കുന്നത് ഇറാൻ്റെ. ഇപ്പോൾ ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രം ഒരു എക്കണോമിക് വാറായിട്ട് ഇത് മാറ്റി സാമ്പത്തിക യുദ്ധം ആയിട്ട് ഇറാൻ ഇതിനെ കൺവേർട്ട് ചെയ്തു. കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ പറ്റത്തില്ല അവിടെ അനുവാദമില്ലാതെ. ഇന്ത്യ
അവരുടെ സ്നേഹിതനാണെന്നും യഥാർത്ഥത്തിൽ ആണോ അല്ലയോ എന്ന് ഇന്ത്യക്ക് തന്നെ സംശയം വരും. ആണോ അല്ലയോ എന്ന് ആണെന്നും അതുകൊണ്ട് ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ ഓയിൽ സപ്ലൈ അതൊന്നും മുടക്കുന്നില്ല. 2 കപ്പലുകൾ അവർ കടത്തിവിട്ടു. വേറെ അവരുടെ അനുവാദമില്ലാതെ കയറി അതിലേ വന്നു കഴിഞ്ഞാൽ അതവർ തകർക്കും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക സമ്പദ് വ്യവസ്ഥ തന്നെ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇത് പിടിച്ചു നിർത്താൻ അവസാനം റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നല്ലോ എണ്ണ വയ്ക്കാൻ പാടില്ല എന്ന് അമേരിക്ക അങ്ങ് കൊടുത്തിരുന്നു തീട്ടൂരം. അതനുസരിച്ച് പേടിച്ച് ഒരുപാട് പേര് വാങ്ങിക്കാനും നമ്മുടെ രാജ്യം പോലും ഭയന്ന് ട്രംപ് പറഞ്ഞല്ലേ വാങ്ങിച്ച കൊന്നുകളയെന്ന് പറഞ്ഞു. എന്നില്ല നിൻ്റെയൊക്കെ അങ്ങനെ ഇത് മൂക്കണ്ടിച്ചോളയെന്ന് പറഞ്ഞു വാങ്ങിച്ചില്ല. പക്ഷേ ഇപ്പം റഷ്യക്ക് എണ്ണ വിറ്റോളായി. തൽക്കാലം ഏതാണ്ട് 30 ദിവസം എണ്ണ വിറ്റോളായി. കാര്യം എന്തെന്നറിയോ? ഓയിൽ പ്രൈസ് പിടിച്ചു നിർത്തണം. കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക അമേരിക്കൻ ഓയിൽ പ്രൈസ്. അമേരിക്കൻ ജനതയുണ്ടല്ലോ, അവർ വിവരമുള്ളവരും ബോധമുള്ളവരും ഉണ്ടല്ലോ ഒരുപാട് പേര്. അവർ ഇപ്പോൾ ഈ ട്രംപിനെതിരെ വലിയ പ്രക്ഷോഭം അമേരിക്ക നടക്കുകയാണ്. എന്തിന് യുദ്ധം? എന്തിന് ഇറാനെ ആക്രമിച്ചു? ഇസ്രായേലിന് വേണ്ടി എന്തിന് അമേരിക്ക യുദ്ധം ചെയ്യുന്നു എന്നവർ ചോദിക്കാൻ പോയി. ന്യായമായ കാര്യമല്ലേ? നേതന്യാഹുവിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ നേതന്യാഹു അതായത് ട്രംപുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ ഫയൽസിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് വന്നാൽ തലയും മുണ്ടിട്ടുകൊണ്ട് നടക്കാനേ ഒക്കൂ. ബിൽഗേറ്റ്സിന് ഇവിടെ പോലും ഇവിടെ വരാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയെ വെച്ച് നടന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം അത് ഒഴിവാക്കി പോവുകയാണ്. അദ്ദേഹം ഒന്നും ഒരു അയാളെ വിളിക്കാൻ വെക്കത്തില്ല. കാരണം വൃത്തികെട്ടവന്മാരാണ് ഇവന്മാരൊക്കെ. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. 13 വയസ്സും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ ആണ് ഈ ഉപദ്രവിച്ചേക്കുന്നത്, പീഡിപ്പിച്ചേക്കുന്നത്. അവിടെ അടച്ചിട്ട് പീഡിപ്പിച്ചേക്കാണ്. ആ രീതിയിലായി. ഏതായാലും ആ വിവരം പുറത്തോട്ട് വന്നാൽ വലിയ നാണക്കേടാണ്. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ നെതന്യാഹു പറയുന്നതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്നത്. എന്തായാലും ശരി, യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇറാൻ പറയുന്നത് അവർ ചർച്ചയ്ക്കൊന്നും തയ്യാറല്ല. എന്തിന് ചർച്ച? അവരാണോ യുദ്ധം ചെയ്തത്? അവരെ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുകയാണ്. ആദ്യം തന്നെ അവിടെ ഇറാനെ ആക്രമിച്ചു. അവിടുത്തെ ആ ഒരു സ്കൂള് നശിപ്പിച്ചിട്ട് അതിൽ 185ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊലപ്പെടുത്തിയത്. അതിന് പകരം ചോദിക്കുന്നതാണ് മുസ്തഫ ഖൊമൈനി ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമൊന്നുമുള്ള കാര്യമല്ല അവരെ ഒതുക്കാൻ. അവിടെ ഒന്നും ഇവർ ഈസിയായിട്ട് വാക്കോവർ നടത്തിയല്ലോ ഇറാഖും അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ. ഇവർ നടത്തിയിടത്തേക്ക് എന്ത് ചെയ്ത്? അമേരിക്ക പോയി യുദ്ധം ചെയ്ത സ്ഥലങ്ങളൊക്കെ എല്ലായിടും തോറ്റുപോയിട്ടുള്ളതല്ലേ. വിയറ്റ്നാം എത്ര വർഷങ്ങൾ യുദ്ധം ചെയ്തു, അവസാനം ഓടി എവിടുന്ന് ജീവനും കൊണ്ട്. അഫ്ഗാനിസ്ഥാൻ കുറേ അമേരിക്കൻ പട്ടാളക്കാരെ അമേരിക്ക തന്നെ അവിടെ കൊണ്ടുവന്ന് അന്ന് കൊലയ്ക്ക് കൊടുത്തു. അവസാനം എന്താ? അത് ആരെ ഇല്ലാതാക്കാൻ പോയോ അവരെ തന്നെ ഭരണം ഏൽപ്പിച്ചു. പുരുഷു ഈ വീടിൻ്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് അപ്പോഴേ പോകേണ്ട ഗതികേട് വന്നു. അതാണ്. അതുപോലെ എവിടൊക്കെ ഇവർ പോയിട്ടുണ്ടോ അവിടെ എല്ലാം. ഇപ്പം സിറിയ, അവിടെ മുഴുവൻ ആഭ്യന്തര കലഹമായിട്ട് അങ്ങ് മാറി. ലെബനൻ, ഇതേപോലുള്ള രാജ്യങ്ങൾ, ഇറാഖ്, ഇതെല്ലാം എവിടെ പോയിട്ടുണ്ട് ഇവർ കൈവച്ചിട്ടുണ്ടോ അവിടമെല്ലാം ഇവർ നശിപ്പിച്ചേ പോയിട്ടുള്ളൂ. അവിടം എന്നത്തേക്കും അവിടെ കലഹങ്ങളും ആഭ്യന്തര കലഹങ്ങളും. നിക്കാരഗ്വ ഇതുപോലെ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ നോക്കിയപ്പോൾ ക്യൂബ വലിയ കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. ആ ക്യൂബയെ നശിപ്പിച്ചേ അടങ്ങും. അതുകൊണ്ട് ഇറാനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്യൂബ അത്ര എളുപ്പമല്ല. പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ, കാരണം ഇറാനെ പിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതായാലും ഇപ്പം ട്രംപ് പെട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുക. ആകെപ്പാടെ കിളി പോയ അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുക.